ഹായ് എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ പൊടിയൊക്കെ ചേട്ടൻ ചായക്കടയിൽ വന്നിരിക്കുകയാണ്. നമ്മളിവിടെ പത്രാവത്ത് പോയപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അടൂര് പത്തനാപുരം റൂട്ട് പൊതുവലിന് അടുത്താണ് ഈ കടയുള്ളത്. അപ്പോൾ 26 സ്കൂള് പള്ളിയുടെ അടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നത് 26 സ്കൂളിലായതുകൊണ്ട് ബസ് അതുവഴിക്കൂടെ പോകുമ്പോൾ ഞാൻ പലതവണ ഈ കട കണ്ടിട്ടുണ്ട്. കയറണമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ നമുക്ക് ഇപ്പോഴാണ് കയറാൻ പറ്റിയത്. അവിടെ പലതരം കടികളും ലേസും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേര് ചായയും, പിന്നെ ഒരു ടെൻഷൻ ഏത് കടി എടുക്കും എന്തെടുക്കും എന്നൊക്കെ ഇതായിരുന്നു. അങ്ങനെ കടി കുറേ ഉണ്ടായിരുന്നു. ഉഴുന്നുവട, പരിപ്പുവട, ഏത്തക്കാപ്പം, ബോണ്ട, മുട്ട ബജി, അങ്ങനെ കുറേ അധികം പലഹാരങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഈ കടയിൽ എല്ലാ കടികളും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതുവഴി കൂടെ ഒന്ന് പാസ് ചെയ്യുമ്പോൾ ഒന്ന് കയറണം. അല്ലെങ്കിൽ നമ്മൾ കയറും, കാരണം ഈ കട നടത്തുന്ന എല്ലാവരെയും നമുക്ക് നല്ല പരിചയമുള്ളവരാണ്. അതുപോലെ തന്നെ ഈ അടുത്തിടയ്ക്ക് അവരുടെ കടയിൽ ആരൊക്കെ വന്ന് അവരെ ഭീഷണിപ്പെടുത്തുകയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അങ്ങനൊന്നും ചെയ്യരുത്, കാരണം അവരുടെ ജീവിത മാർഗ്ഗമാണ് ഈ കട. നമ്മളെക്കൊണ്ട് നമ്മളിപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു ചായയോ കടിയോ കഴിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടും, നമുക്കൊരു സന്തോഷം കിട്ടും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ അവരെ കളിയാക്കുകയും ഭീഷണിപ്പെടുത്തുകയൊന്നും അല്ല ചെയ്യേണ്ടത്. അപ്പോൾ അവിടുത്തെ ആ ആൻറ്റി ആണെങ്കിൽ ഏത്തക്കാപ്പം ഉണ്ടാക്കുകയായിരുന്നു. ഏത്തക്കാപ്പം അഥവാ പഴംപൊരി എന്നൊക്കെ പറയും. നല്ല ചൂട് ഏത്തക്കാപ്പമായിരുന്നു. സ്പോട്ടിൽ നമുക്ക് കാണാം അവരുണ്ടാക്കുന്നത്. നല്ല അടിപൊളി തിളയ്ക്കുന്ന എണ്ണയിൽ അടിപൊളി പഴംപൊരി ഇടുകയാണ്. അപ്പം നല്ല ചൂട് പഴംപൊരിയാണ്. ഞങ്ങൾ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ചായയായിരുന്നു. മറ്റ് പരിപ്പുവട ഉഴുന്നുവടയൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് നേരത്തെ ഇട്ടാൻ ചൂടുണ്ടായിരുന്നില്ല. പക്ഷേ ഏത്തക്കാപ്പം അതുപോലെ തന്നെ മുട്ട ബജി അതിനൊക്കെ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നമുക്ക് കുറേ ഫോളോവേഴ്സിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഉണ്ടാകണം. നിങ്ങളുള്ളത് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇത്രയും വലുതായത്. അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം ഞാൻ ഐശ്വര്യമായിട്ട് ലോട്ടറി എടുത്തിട്ടുണ്ട്, അടിക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പം ആ ചായക്കടയുടെ തൊട്ടിപ്പുറത്താണ് ലോട്ടറി. അതുപോലെ തന്നെ അവിടെ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അത് വയ്യാത്തൊരു മാമനാണ്. ആ മാമൻ്റെ കാല് വയ്യ. അപ്പം നിങ്ങൾ ഈ കടയിൽ പോകുകയാണെങ്കിൽ ആ മാമന് ഒരു ചെറിയ സഹായം ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ഈ പൊടിയും കൊച്ചാടൻ്റെ ചായക്കടയിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരണം. നല്ല ഒരു എക്സ്പീരിയൻസും ആണ്, കാരണം നല്ല രുചികരമായ ഫുഡും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. ചാച്ചാ.